ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ, നമ്മളുടെ ജീവിതത്തിൽ പല ആളുകൾക്കും നമ്മളിങ്ങനെ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ വേൾഡിൽ പല ഉത്തരവാദിത്തങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള ലോ വൈബ്രേഷൻ എനർജി ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ, ഒരു ഘട്ടം ആവുമ്പോൾ നമുക്കൊരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മീയത, അല്ലെങ്കിൽ നമുക്ക് ശരീരം മനസ്സ് ആത്മാവും ചേരുന്ന ഇതിനെ ഒന്ന് ശുദ്ധീകരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ഒരു തലം വിട്ട് ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് ഉയരണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് തോന്നലുകൾ ഉണ്ടാവുന്നെങ്കിൽ, അത് നമ്മളുടെ ആത്മാവിൻ്റെ ആ ഒരു എസൻസ്, അതായത് പല ജന്മങ്ങളും നമ്മൾ കടന്നു പോയി, അതിലൂടെ എല്ലാം കടന്നു പോകുമെന്ന് നമ്മൾ ആ ഒരു തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അതൊരു മാലയുടെ മുത്തു കോർക്കുന്നത് പോലെ അത് നമ്മളെ ഈ ഒരു ജന്മത്തിൽ, ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സൂചനകൾ പറഞ്ഞു തരാം. അങ്ങനത്തെ സൂചനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവിടെ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഉയർത്തണം, ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. ശ്രമങ്ങൾ ചെയ്യുക, വീണുപോകും, തോറ്റുപോകും, എന്നാലും പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ക്ഷമ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം നമ്മളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് തോന്നിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പല ഓപ്പർച്യൂണിറ്റീസും, അല്ലെങ്കിൽ അതിൻ്റെ ചില സൂചനകളെക്കുറിച്ച് ഞാനിവിടെ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും പ്രോത്സാഹനവും നല്ല മോട്ടിവേഷനും നല്ല സജഷനും ഒക്കെ തന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഇനി 88 എനർജി പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും വളരെ പോസിറ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത്, കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നമ്മൾ കൂട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, സാമൂഹികപരമായിട്ടുള്ള കല്യാണം, പാലുകാച്ച്, അങ്ങനത്തെ കാര്യത്തിലൂടെ എല്ലാം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻ ഇങ്ങനെയാണല്ലോ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടും വിചിത്രവുമായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മളിലേക്ക് വന്ന് നമ്മൾ തകിടം മറിഞ്ഞ് പോകുന്നത് പോലത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആരോടും പറയാൻ വയ്യ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ, മറ്റുള്ളവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ പല ആളുകൾക്കും, ഞാനുൾപ്പെടെ ഈ ഒരു ജേണിയിലൂടെ കടന്നുപോയപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അവെയറായിരിക്കാനും ഒരു സഹായം പോലെ ഈ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ സംഭവങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ആത്മീയ തലത്തിനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷം, ഹു യു ആർ. ഒരു ഫിസിക്കൽ ലെവലിൽ നമ്മൾ ആരോഗ്യപരമായിട്ട് ആ ഒരു മസിൽ പവറോ അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ബ്യൂട്ടിയോ ഒന്നുമല്ല ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നപ്പോൾ നമ്മളുടെ ആ ഒരു മൂല്യം എന്താണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ ജീവിച്ച് വരുമ്പോൾ നമ്മളിലേക്ക് കോക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അത് പേരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, കൂട്ടുകാരാവാം, അല്ലെങ്കിൽ സമൂഹമാവാം. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ചോദ്യം ചോദിക്കും, എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെയാണോ കാര്യങ്ങൾ, ഇങ്ങനെയല്ലല്ലോ, ഇതിന് മറ്റൊരു വശമുണ്ടല്ലോ, നമുക്ക് ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് നേടി അല്ലെങ്കിൽ പാറിപ്പറന്ന് ഉയരാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിലേക്കൊരു ചോദ്യം വരികയും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയും, അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണ്, എൻ്റെ കഴിവെന്താണ്, എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനും, അങ്ങനെ ആകുമ്പം അങ്ങനെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യാതെ, അതുപോലെ ചിന്തിക്കാതെ, ഈ ഒരു രീതിയിൽ അതിൻ്റെ വേറൊരു വെർഷനുണ്ട്, ആ ഒരു രീതിയിലേക്കൊന്ന് ചെയ്താൽ
അവിടെ എനിക്ക് വിജയം സാധിക്കുമല്ലോ, പക്ഷേ മറ്റുള്ളവരാരും എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം വന്നിട്ട് നമ്മൾ സ്റ്റാഗ്നന്റ് പൊസിഷനിൽ നിന്ന് പോകും. അങ്ങനെ നിന്ന് പോകുമ്പോൾ ജീവിതത്തിൻ്റെ പല വിജയങ്ങളിലേക്കും നമ്മൾക്ക് ചവിട്ടിക്കയറാനായിട്ട് പറ്റാതെ നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവരിങ്ങനെയായിരുന്നല്ലോ, പിന്നെ സാരമില്ല, നമ്മൾക്കും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു ഡീമൻ എനർജി നമ്മളെ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരിക്കലും വിജയങ്ങളിലേക്ക് ഉയരാൻ നമ്മളെ സാധിക്കുന്നില്ല, സഹായിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് എനിക്കിതിൽ നിന്ന് മാറണം. ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് മഹാരഥന്മാരുടെ സ്പീച്ചുകൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്താണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എന്നിലുള്ള ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊന്നും വിശ്വസിക്കാതെ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരിൽ നിഷേധിയാണ്, അഹങ്കാരിയാണ്, തെമ്മാടിയാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക്, എൻ്റെ ആ ഒരു കാലിബറിലേക്ക്, എൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് ഞാൻ ടാപ്പ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരികയും നമ്മളുടെ ആ ഒരു മൂല്യം, അല്ലെങ്കിൽ ഹൂ ആം ഐ, അല്ലെങ്കിൽ ഹൂ യു ആർ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവൊക്കെ തേടുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ലെവലിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു സോൾ കോളിംഗ് ആണ്, അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളെ അതിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയാണ്. ഇനി രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ആവശ്യങ്ങൾ, അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മളെപ്പോലും അറിയാതെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും നമ്മളിലേക്ക് നോക്കുന്നില്ല. നമ്മളിലുള്ള ഒരു ഇന്നർ ചൈൽഡ് അത് വളരെ ഉണ്ടടാണെങ്കിൽ ആ ഒരു പെയിനെല്ലാം നമ്മളിങ്ങനെ വഹിച്ച് നടക്കാതെ അതൊന്ന് ഹീൽ ചെയ്ത് നമ്മളെ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് എവിടേക്കാണ് എനിക്ക് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റി നേച്ചറുമായിട്ട് കുറച്ച് കണക്ട് ചെയ്ത് കുറച്ച് നേരം ആ ഒരു രീതിയിൽ നടക്കാൻ, ബെയർ ഫുട്ടിൽ നടക്കാൻ, ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി നമ്മളുടെ ഫിസിക്കൽ ബ്യൂട്ടി കൂട്ടുകയോ, അല്ലെങ്കിൽ വില കൂടിയ ഡ്രസ്സുകൾ വാങ്ങിച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാറ്, അങ്ങനത്തെ കാര്യങ്ങൾ, പണം ഒക്കെ കാണിച്ച് മറ്റുള്ളവരെ ഞാൻ വളരെ റിച്ചായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് കാണിക്കുകയല്ല, മറിച്ച് നമ്മളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യലിലേക്ക് നിന്നുകൊണ്ട്, ആ ഒരു ഇൻഡ്യൂട്ടീവ് ലെവലിലേക്ക് നിന്നുകൊണ്ട്, നമ്മളുടെ മനസ്സെന്ന് പറയുന്ന ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു സോൾ ലെവലിൽ നമ്മൾക്ക് എവിടെയാണ് സന്തോഷവും സമാധാനവും കിട്ടുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ സെൽഫ് കെയറിങ് അല്ലെങ്കിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള പെയിൻ, അല്ലെങ്കിൽ ട്രോമ, അല്ലെങ്കിൽ ബാഗേജ്, ഗാർബേജ്, ഇന്നർ ചൈൽഡ് വൂൺസ് അതെല്ലാം നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു സറണ്ടറിങ് മോഡിൽ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ അടുത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹീലിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഹെഡ് സ്പേസിലൂടെ നമ്മൾ ചിന്തിക്കുകയും കാണുന്നതും കാര്യങ്ങളിൽ നമ്മളത് വളരെയധികം റിലീസ് ചെയ്ത് ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പൻ താടിയോ ഒരു തൂവലിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു പെയിനും നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. കുളിക്കുമ്പോൾ വെള്ളം നമ്മുടെ ഫിസിക്കൽ ബോഡിയിലൂടെ ഒഴുകി പോകുന്നത് പോലെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും പ്രോബ്ലംസും എൻ്റെ മുന്നിൽ വന്നോട്ടെ, അതൊന്നും എൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഹീലായി എന്നെ പൂർണ്ണമായും ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ അറിയാം എന്തൊക്കെ എൻ്റെ മുന്നിൽ വരണം, അവിടെ നിന്ന് എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റാഗ്നന്റ് പൊസിഷനിൽ നിൽക്കാതെ പോകണം എന്നൊക്കെ അവിടെ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിന് അറിയാവുന്നതുകൊണ്ട് എന്നെ ശരിയായ ദിശയിൽ മാത്രമേ ഗൈഡ് ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ദ ബെസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഉയർത്തി നിർത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയാണ് ഏറ്റവും വലുത് എന്നൊക്കെയുള്ള ആ ഒരു വേർഷൻ മാറ്റിയിട്ട് നമ്മളുടെ പ്രകൃതിയുമായിട്ട്, പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വെള്ളം എന്താണ്, അഗ്നി എന്താണ്, വായു എന്താണ്, ഇതെല്ലാം നമ്മളുടെ മനുഷ്യന് ആ ഒരു ജീവിതത്തിൽ എങ്ങനെ പ്രാധാന്യം തരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊരു സെൽഫ് ഡിസ്കവറി വരുത്തുകയും അങ്ങനെ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുകയും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും ചെരുപ്പില്ലാതെ നിലത്ത് നടക്കുകയും മണ്ണിനെ സ്പർശിക്കുകയും നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് പൂന്തോട്ടത്തിലൊക്കെ പോയി നിന്ന് മൃഗങ്ങളെയും പൂക്കളെയും സ്നേഹിക്കുകയും
ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കുറച്ച് കാമായി വളരെ പീസ്ഫുള്ളായിട്ടൊക്കെ നിൽക്കുമ്പോൾ വളരെ സന്തോഷം നമുക്ക് തോന്നുന്നെങ്കിൽ അതും ഒരു സൂചനയാണ് നിങ്ങൾ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു കോളിങ്ങിലേക്ക് കേട്ടുകൊണ്ട് അതിലേക്ക് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് മാറണം എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ വളരെയധികം എംപതി അല്ലെങ്കിൽ കമ്പാഷൻ അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക. ഒരു 10 പേരെ എടുത്താൽ 8 പേർക്കും ഇല്ലാത്ത ഒന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കമ്പാഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ എത്ര ക്രൂരൻ എന്ന് പറഞ്ഞാലും ഒന്ന് നോക്കും. അതാണ് ആ ഒരു സഹാനുഭൂതി എന്ന് പറയുന്നത്. എംപതി എന്ന് പറയുന്നതും നമ്മളിൽ പല ആൾക്കാർക്കുണ്ടെങ്കിലും അവിടെ എനിക്ക് എന്താണ് ഗെയിൻ ചെയ്യുന്നത്, എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് എനിക്ക് എന്ത് നേടാൻ സാധിക്കും. അതുപോലെ ഫൊർഗീവ്നെസ്, എന്നോട് എത്ര ദ്രോഹം ചെയ്താലും അവരോട് കണ്ണടച്ചുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ അല്ല. അത്രയും പെയിനാണ് എനിക്ക് തന്നത്, അത്രയും പെയിൻ തന്ന ഒരാളിനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ക്ഷമിച്ചു 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാന ഒരു കണ്ണി നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർമ്മയായിട്ട് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ അവരുമായിട്ട് നമ്മളെ ഒരാൾ ദ്രോഹിച്ചു, ഒരു വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞൊന്ന് അറിയുകയോ എന്തെങ്കിലും വരുമ്പോൾ ആ പഴയ സംഭവത്തിലേക്ക് നമ്മൾ തന്നെ കണക്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും ആ ഒരു ദേഷ്യവും ഈഗോയും എല്ലാം കടന്നു വരുമ്പോൾ ആ ഒരു നിമിഷം എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ആ ഒരു നിമിഷം എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നോ പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള ലൈഫ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ ഈഗോയ്ക്ക് ഒരുപാട് കുറവ് വരുത്തിക്കൊണ്ട് ഫൊർഗീവ്നെസ്, എന്തിനാണ് ഫൊർഗീവ്നെസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫൊർഗീവ്നെസ് കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഫൊർഗീവ്നെസ് കൊടുക്കുന്നില്ല? നമ്മൾ വളരെയധികം അറ്റാച്ച്ഡ് ആണ്, വളരെയധികം പൊസസീവാണ്. അപ്പോൾ എന്നിൽ നിന്നൊന്ന് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ഞാൻ എത്രയോ ഇതായിട്ട് എൻ്റെ ഒരു മൂല്യമായിട്ട് എൻ്റേതെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനു പകരം നമ്മളുടെ ചുറ്റിന് കാണുന്നതെല്ലാം ഈശ്വരീയ ചൈതന്യത്തിൻ്റെയാണ്, ആ ഒരു ശക്തിയുടെ ക്രിയേഷനാണ്. ഭൂമിയിലേക്ക് വന്നു, കുറച്ചു കാലം ജീവിക്കുന്നു, അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു സർക്കിളിൽ നിന്ന് അവർ ദൂരേക്ക് പോകും, കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും എൻ്റേതാണെന്നുള്ള രീതിയിൽ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാനൊന്നും ശ്രമിക്കാതെ എല്ലാം ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആയതുകൊണ്ട് അതിനെ നമ്മൾ ഈശ്വരനോട് നമ്മൾ എത്ര സറണ്ടർ ചെയ്ത് നിൽക്കുന്നോ അതുപോലെ നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അവർ അൺകണ്ടീഷണലായിട്ട് നമുക്ക് സ്നേഹിക്കാം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവരുടെ കൂടെ നിൽക്കാം. നിന്ന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈശ്വരീയ ചൈതന്യ പ്രപഞ്ചശക്തി അകറ്റി മാറ്റുന്നെങ്കിൽ അതിനും സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒന്നിനോടും നമുക്ക് ഒന്നുമില്ലാതാവുമ്പോൾ നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയോ ഒന്നും ഉണ്ടാവാതെ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈഗോ എന്ന് പറയുന്നത് ഇല്ലാതെയായി തീരും. അപ്പോൾ എത്ര ദ്രോഹം ചെയ്ത ആളുകളാണെങ്കിലും അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരിങ്ങനെ ചെയ്തതാണെന്നും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെയിൻ എന്നിലുണ്ടെങ്കിൽ അത് പ്രപഞ്ചശക്തിയിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നു. അതുപോലെ അവർ നമ്മളോട് ചെയ്ത തെറ്റിന് അതൊരു കർമ്മമാണെന്നും അതിന് ഉള്ള എന്താണെങ്കിലും പ്രപഞ്ചശക്തി അവർക്ക് കൊടുത്തോളും, അതിന് എനിക്കൊരു പരാതിയുമില്ല എന്നുള്ള രീതിയിൽ ഒരു സറണ്ടറിങ് മോഡിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് എമ്പതിയും കമ്പാഷനും ഫൊർഗീവ്നെസ്സും ഒക്കെ നമുക്ക് തോന്നുന്നെങ്കിൽ, അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള പെയിനെല്ലാം ഹീല് ചെയ്ത് മാറിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റീസും ഒരു വ്യക്തികളും ഒരു അനുഭവങ്ങളും ഒന്നും നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഒരു ഓൾഡ് വെർഷനൊക്കെ മാറി ഒരു ന്യൂ വെർഷനിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ അവിടെ മനസ്സിലാക്കുക നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സോൾ കോളിങ്ങിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു സൂചനയാണ്. ഇനി ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ വരദാനമാണ്. അതായത് ഒരു മുഖം മൂടി അല്ലെങ്കിൽ ഒരു മറ, ഒരു മാസ്ക് മാറ്റിക്കൊണ്ട് നമ്മൾക്കെല്ലാം ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കുക. മറ്റേത് ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ ആൾ നിൽക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ മറുവരുന്ന പോലെ നമ്മളും കൊടുക്കുമ്പോൾ ഒന്നിൻ്റെയും യഥാർത്ഥമായിട്ടുള്ള
ഒരു വെർഷൻ അല്ലെങ്കിൽ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഡ് 369 കാണുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആളുകളുടെ സ്പീച്ച് ഇൻസ്പിറേഷണൽ കോഡ്സ് ഒക്കെ കാണുമ്പോൾ അതിലേക്കൊക്കെ കണ്ണോടിക്കാനായിട്ട് തോന്നുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുക. അത് ഏത് പ്രായമായാലും എനിക്ക് അതിനുള്ള അറിവൊന്നും ഇല്ല, ഇതുവരെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ എന്തോ അതിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്യണമെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന പല ആളുകളുടെയും മുഖം മൂടി മാറ്റിക്കൊണ്ട് അവരുടെ റിയൽ വെർഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് സ്പേസിൽ ചിന്തിക്കാതെ ആ ഒരു ഹാർട്ട് സ്പേസിലേക്ക് നിന്നുകൊണ്ട് നമ്മൾക്ക് അവരോട് യാതൊരു ദേഷ്യമില്ല, നമുക്ക് അവരോട് യാതൊരു അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻസ് പോലെയുള്ള യാതൊരു സ്നേഹമില്ല. എല്ലാവരുടെ വളരെ നോർമലായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റിന് മുകളിൽ നിൽക്കുമ്പോൾ പലരുടെയും ഉള്ളിലുള്ള ഒരു ഹിഡൻ അജണ്ട നമ്മളോട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാനായിട്ട് പ്രപഞ്ചശക്തി നമ്മളെ സഹായിക്കുകയും അതിനനുസരിച്ച് അവരിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നമ്മളുടെ ഒരു ട്രൂ പൊട്ടൻഷ്യലിലേക്ക് നിന്നുകൊണ്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒക്കെ നമുക്ക് നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് ഒക്കെ ജീവിക്കാനായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നു. അനുഭവങ്ങൾ വരുന്നു, അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല ഡിസിഷൻ എടുത്ത് ഇൻഡ്യൂട്ടി ലെവൽ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ വളരെ ഷാർപ്പാക്കിക്കൊണ്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സോൾ ലെവലിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൊരു തോന്നലാണ്, അത് തെറ്റാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കാതെ അത് നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ഒരു വിളിയാണ്, മാറുക, സ്പിരിച്വാലിറ്റിയിലേക്ക് മാറുക. അങ്ങനെ നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും എന്ന് പറയുന്നതിനെ വളരെ ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്സെന്ന് പറയുന്ന തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് ഉയരുക. അതിൽ നിന്ന് നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക, ജീവിതത്തിൻ്റെ വിജയങ്ങളെല്ലാം നേടിയെടുക്കുക എന്നൊക്കെ നമുക്ക് അനുഭവങ്ങൾ തരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൂചനകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യണം എന്ന് അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ തിരക്ക് പിടിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ജീവിത വിജയങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കും നമുക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ്, സ്പിരിറ്റ് ആനിമൽസ്, ഇതിലേക്കൊക്കെ നമ്മളിങ്ങനെ തേടിപ്പോകുന്ന നമ്മളുടെ ആ ഒരു ക്രേസ് അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയുന്നത്, എന്നാൽ മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല, എന്ത് എന്ന് ചോദിക്കുന്ന ആ ഒരു തമാശ തോന്നുന്ന, നമുക്ക് തന്നെ ചിരി വരുന്ന വളരെ സത്യമായിട്ടുള്ളൊരു കാര്യത്തിൽ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുകയും നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുകയും നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ മെഡിറ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അത് എന്താണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പല ആളുകളിൽ നിന്നും പഠിച്ചതിന് ശേഷം നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കുക്കിങ്ങിന് അടുക്കളയിൽ കയറുമ്പോൾ അമ്മ ഇതെല്ലാം ചെയ്യുമായിരുന്നു, അതൊക്കെ കണ്ട് ഞാൻ പഠിച്ചതാണെങ്കിലും ഇപ്പോൾ ഇതെനിക്കെല്ലാം ചെയ്യാനായിട്ട് അറിയാം, അത് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കോൺഫിഡൻസാണ്. എന്ന് പറയുന്നത് പോലെ മെഡിറ്റേഷൻ പലയിടത്തു നിന്ന് നമ്മൾ പഠിച്ചു, ചക്ര ആക്ടിവേഷൻ അല്ലെങ്കിൽ അതുപോലത്തെ പല മേഖലകളിലേക്കും സ്പിരിച്വൽ പ്രാക്ടീസ് ആണെങ്കിലും സൈക്കിക് എബിലിറ്റീസ് ആണെങ്കിലും എല്ലാം നമ്മളുടെ ആ ഒരു സോൾ ലെവലിലേക്കൊക്കെ നമ്മൾക്ക് അസെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മളുടെ തനതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ആ ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ ഉയരുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ നേടിയെടുത്തതാണ്, അത് എൻ്റെ മാത്രം ആ ഒരു രീതിയാണ്. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം, മറ്റുള്ളവരെ സഹായിക്കാം, ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു സോൾ കോളിംഗ് ആണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് കണക്ട് ചെയ്യണം. ഈ ഒരു ലൈഫ് ടൈമിൽ എത്ര തിരക്കെന്ന് പറഞ്ഞാലും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കേജ് എല്ലാം മാറ്റുകയും മറ്റുള്ളവരുടെ എനർജി അതിനെ ഡ്രെയിൻ ചെയ്യുന്നതാണെങ്കിലും എനർജി വാമ്പയേഴ്സ് ആണെങ്കിലും അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ നിർത്തണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സോൾ കോളിംഗ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ
ആ ഒരു ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെയുള്ള ഒരു 5 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് തൊട്ട് വളർന്നു വന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണെങ്കിലും അവർക്കൊരു വിജയം കിട്ടുമ്പോൾ എന്നാലും എനിക്കത് കിട്ടിയില്ലല്ലോ, ഞാനും അതുപോലെ ചെയ്തതാണല്ലോ എന്നുള്ളൊരു തോന്നലിന് പകരം അവർക്കത് കിട്ടിയല്ലോ, അവരുടെ ആ ഒരു കഴിവിനനുസരിച്ച് അവരെത്ര കഷ്ടപ്പെട്ടോ അതിനവർക്കത് നേടിയെടുക്കാൻ സാധിച്ചല്ലോ, പ്രപഞ്ചശക്തിയോട് കോടാനുകോടി പ്രണാമം എന്ന രീതിയിൽ ചിന്തിക്കാൻ, നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ആ ഒരു എനർജി നമുക്ക് പങ്കിടാൻ, എന്നാൽ എല്ലാവരും ഒരേ രീതിയിലല്ല എന്ന് പറയുന്ന പല വ്യക്തികളും നമ്മളുടെ മുന്നിൽ എത്തുമ്പോൾ അവരുടെ മാസ്ക് മാറ്റിക്കൊണ്ട് അവരുടെ റിയൽ വെർഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഓരോരുത്തരിൽ നിന്ന് മാറി നിൽക്കാനും നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്യാനും ആ ഒരു പ്രപഞ്ചശക്തിയോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും എന്തെൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും എന്തെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും വളരെ സന്തോഷത്തോടു കൂടി താങ്ക് യു എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യാനും വളരെ മന്ദഹാസത്തോടു കൂടി എല്ലാ നിമിഷവും ജീവിക്കാനും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഹെവിനെസ് തോന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഹെവിനെസ് ഇല്ലാതെ നമ്മളുടെ ആ ഒരു ഹീലിംഗ് വർക്കെല്ലാം കഴിയുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് മനസ്സെന്ന് പറയുന്നൊരു തലത്തിൽ നിന്ന് ഉയർന്ന് സോൾ ലെവലിലെ ആ ഒരു തലത്തിലേക്ക് ഉയർന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കേണ്ടതെന്ന് പല വാതായനങ്ങളും നമ്മളുടെ മുന്നിൽ തുറന്നു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം മാർഗങ്ങളും സോഴ്സും സഹായങ്ങളും ഉണ്ടെന്ന് അതും നമ്മളെ തേടിയെത്തും. അപ്പോൾ അത് നമ്മളുടെ 2 കണ്ണുകൊണ്ടല്ല 3ാം കണ്ണ് എന്ന് പറയുന്ന 3rd ഐ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇൻഡ്യൂഷനെ വളരെ ഷാർപ്പാക്കിക്കൊണ്ട് അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രപഞ്ചശക്തിയോട് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനും വളരെ ഫോക്കസ് ചെയ്ത് നമ്മളുടെ എനർജിയെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ ഇനി അത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഇത് 3ഉം വളരെ കണക്റ്റഡാണ്. ഈ 3 കാര്യങ്ങളും ഈ 3 തലങ്ങളും മനസ്സിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിന്ന് നമ്മൾ ആ ഒരു മൈൻഡ് സ്പേസിൽ നിന്ന് സ്പിരിച്വൽ ആ ഒരു ലെവലിലേക്ക് ഉയരുമ്പോൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും മനസ്സെന്ന തലത്തിൽ നിന്ന് സോൾ ലെവലിലേക്ക് ഉയരുമ്പോൾ നമ്മളുടെ ഹെഡ് സ്പേസിൽ നിന്നുള്ള ചിന്തകളെല്ലാം ഹാർട്ട് സ്പേസിൽ നിന്നുള്ളൊരു ചിന്തകളായിട്ട് മാറും. അപ്പോൾ എൻ്റെ ഹൃദയത്തിനെ കുത്തിമുറിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. എന്താണ് എനിക്ക് ശരി, എന്താണ് എനിക്ക് ആവശ്യം, അതുമാത്രം ഞാൻ ചെയ്യും. ഒന്നിലും ഞാൻ അധികം ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരില്ല. എല്ലാം എൻ്റെ അല്ല, പ്രപഞ്ചശക്തിയുടെയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ആവശ്യം കഴിയുമ്പോൾ അവർ പോകും എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. എല്ലാവരും വളരെ യുണീക്കാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ആരെയും ഒരു ഡോമിനേറ്റീവ് പവറിൽ നമ്മളിലേക്ക് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല. അത് വളരെ തെറ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സഹായിക്കാനും പ്രാർത്ഥിക്കാനും അതിനൊക്കെ പ്രപഞ്ചശക്തിയോട് വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കാനും ഹൊപ്പോനോപോനോ പോലത്തെ ആ ഒരു പ്രയറൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾ കോളിംഗ് ആണ്. ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളുടെ തന്നെ കർമ്മങ്ങളെല്ലാം വളരെയധികം ശുദ്ധമാക്കിക്കൊണ്ട് ധർമ്മത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ വളരെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. സാധാരണ ഒരു വ്യക്തിയെ പോലെ ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയാൽ പോരാ, ഈ ഒരു ലൈഫ് ടൈമിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സൂചനകളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ വീഡിയോ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.